എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സ്മാർട്ട് പി എസ് സിയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ചിട്ടുള്ള ക്ലാസ്സുകളാണ് സ്മാർട്ട് പി എസ് സിയിലൂടെ നിങ്ങളുടെ മുന്നിൽ എത്തുന്നത്. ഇതിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ചരിത്ര പശ്ചാത്തലം. അതിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നത്. ഇതിൻ്റെ ഒന്നാമത്തെ ഭാഗം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ മുകളിൽ കൊടുത്തിട്ടുണ്ടാവും. അത് കാണുക. അതിനുശേഷം രണ്ടാമത്തെ ഈ ഭാഗം കാണുക. ഒന്നാമത്തെ ഭാഗത്തെ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ പറഞ്ഞത് 1773 റെഗുലേറ്റിംഗ് ആക്ട്, 1784 ആക്ട്, 1813 ചാർട്ടർ ആക്ട്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഒന്നാമത്തെ ഭാഗത്ത് പറഞ്ഞത്. ഇനി രണ്ടാമത്തെ ഈ ക്ലാസ്സിൽ നമ്മൾ പറയുന്നത് 1833 ആക്റ്റാണ്. 1833 ആക്ട്. 1833 ഈ ആക്റ്റിൽ കൃത്യമായി എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നത് എന്ന് നമ്മൾ പരിശോധിച്ച് നോക്കണം. 1833 ആക്ട്. ഇവിടെ ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്നുള്ളത് എന്താണ് പറഞ്ഞത്? ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്നുള്ളത് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യയായിട്ട് മാറി. ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്നുള്ളത് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യയായിട്ട് മാറി. ആരാണ് ആദ്യത്തെ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ? വില്യം ബെൻഡിക്കാണ്. വില്യം ബെൻഡിക്കാണ് ആദ്യത്തെ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ. അല്ലേ, മനസ്സിലായല്ലോ? വാറൻ ഹോസ്റ്റിങ്സ് ആദ്യത്തെ ഗവർണർ ജനറൽ ഓഫ് ബംഗാളായിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞ ക്ലാസ്സിൽ. ഇപ്പം വില്യം ബെൻഡിക്കാണ് ആദ്യത്തെ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ. അല്ലേ, പിന്നീട് എന്ത് മാറ്റമാണ് 1833 ഈ ആക്റ്റിലൂടെ വന്നത്? എന്ത് മാറ്റമാണ് വന്നത്? ഇവിടെ ബോംബെയെയും മദ്രാസിനെയും ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യക്ക് കീഴിലാക്കി. ബോംബെയെയും മദ്രാസിനെയും ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യക്ക് കീഴിലാക്കി മാറ്റി. അതുപോലെ തന്നെ ഇവിടെ സിവിൽ സർവീസ് മത്സര പരീക്ഷ കൊണ്ടുവന്നു. സിവിൽ സർവീസ് മത്സര പരീക്ഷ കൊണ്ടുവന്നത് 1833 ഈ ആക്റ്റിലൂടെയാണ്. എന്തൊക്കെ മാറ്റമാണ് വന്നത്? ഗവർണർ ജനറൽ ഓഫ് ബംഗാളിന് പകരം ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യയായിട്ട് മാറി. വില്യം ബെൻഡിക്ക് ആദ്യത്തെ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യയാണ്. അല്ലേ, ബംഗാളിനെയും ബോംബെയെയും മദ്രാസിനെയും ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യക്ക് കീഴിൽ കൊണ്ടുവന്നു. അവിടുത്തെ ഭരണ സംവിധാനത്തിൻ്റെ നിയന്ത്രണം ആരേറ്റെടുത്തു? ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ ഏറ്റെടുത്തു. സിവിൽ സർവീസിൽ മത്സര പരീക്ഷ കൊണ്ടുവരികയാണ്. അതൊരു വലിയ മാറ്റമാണ്. അല്ലേ, സിവിൽ സർവീസിൽ മത്സര പരീക്ഷ കൊണ്ടുവരുന്നു. ഏത് ആക്റ്റിലൂടെ? 1833 ആക്റ്റിലൂടെ. ഇനി അടുത്ത ആക്റ്റാണ് 1853 ആക്ട്. എന്തൊക്കെയാണ് 1853 ആക്റ്റിലൂടെ വന്നത് എന്ന് നമ്മൾ പരിശോധിച്ച് നോക്കണം. അല്ലേ, ഗവർണർ ജനറലിന് കീഴിൽ പിന്നെ ഇവിടെ ഒരു ലോക്കൽ പ്രാതിനിധ്യം, അല്ലേ, ലെജിസ്ലേറ്റീവ് കൗൺസിൽ വരികയാണ്. ഗവർണർ ജനറലിന് കീഴിൽ ഒരു ലെജിസ്ലേറ്റീവ് കൗൺസിൽ വരുന്നു. ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യക്ക് കീഴിൽ ഒരു ലെജിസ്ലേറ്റീവ് കൗൺസിൽ. അല്ലേ, ഈ കൗൺസിൽ എന്ത് മാറ്റമാണ് വരുന്നത്? 6 അംഗങ്ങളുണ്ട്. അതിൽ 4 അംഗങ്ങൾ പ്രൊവിൻസിൽ നിന്ന് വരണം. 4 അംഗങ്ങൾ പ്രൊവിൻസിൽ നിന്ന് വരണം. അല്ലെ, ലെജിസ്ലേറ്റീവ് കൗൺസിൽ കൊണ്ടുവന്നു ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യക്ക് കീഴിൽ. അതിൽ 6 അംഗങ്ങൾ മൊത്തമുണ്ട്. അതിൽ 4 അംഗങ്ങൾ പ്രൊവിൻസിൽ നിന്നും തിരഞ്ഞെടുക്കണം. എന്ന് പറഞ്ഞാൽ ഒരു ലോക്കൽ പ്രാതിനിധ്യം ഭരണ സംവിധാനത്തിലേക്ക് വരുന്ന ഒരു ആക്റ്റാണ് 1853 ഈ ആക്ട്. ഒരു ലോക്കൽ പ്രാതിനിധ്യം അവിടെ വരുന്നു. അതുപോലെ തന്നെ സിവിൽ സർവീസ് മത്സര പരീക്ഷയുമായി അതിൻ്റെ നടത്തിപ്പുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കാൻ ഒരു കമ്മീഷനെ നിയമിക്കുകയാണ്. എന്താണ് കമ്മീഷൻ്റെ പേര്? മക്കോല കമ്മീഷൻ എന്നാണ്. അല്ലേ, മക്കോല കമ്മീഷൻ നിയമിക്കുന്നു. എന്താണ്? സിവിൽ സർവീസ് മത്സര പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി മക്കോല കമ്മിറ്റിയെ നിയമിക്കുകയാണ്. അല്ലേ, ഇന്ത്യയിൽ ഒരു മിനി പാർലമെൻറ്റ് വരുന്നു. നമ്മൾ പഠിച്ചല്ലോ, മിനി പാർലമെൻറ്റ് വരികയാണ്. അല്ലേ, ഇവിടെ ലെജിസ്ലേറ്റീവ്, എക്സിക്യൂട്ടീവ് എന്നീ രീതിയിൽ തരംതിരിച്ചുകൊണ്ട് ഇന്ത്യയിലെ നിയമനിർമ്മാണ സംവിധാനത്തിലും ഭരണ സംവിധാനത്തിലും വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്ന ആക്റ്റാണ് 1853 ആക്ട് എന്ന് പറയുന്നത്. 1853 ആക്ട് അങ്ങനെയൊരു മാറ്റങ്ങൾ കൊണ്ടുവന്നു എന്നുള്ളതാണ്. അല്ലേ, സിവിൽ സർവീസ് മത്സര പരീക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട്
അത് പഠിക്കാൻ വേണ്ടി റിപ്പോർട്ട് സർക്കാരിന് കൊടുക്കാൻ വേണ്ടി ഒരു കമ്മീഷൻ നിയമിക്കുന്നു, മക്കോല കമ്മീഷനെ എന്നാണ് അതിന് പറയുന്നത്. അല്ലേ, ഇവിടെ നമ്മൾ പഠിക്കേണ്ടത് 1773 മുതൽ 1753 വരെ കമ്പനി ആക്റ്റാണ്. 1773 മുതൽ 1853 വരെയുള്ള കമ്പനി ആക്റ്റാണ്. പിന്നീട് വരുന്ന 1858 മുതൽ വരുന്നത് ക്രൗൺ ആക്റ്റാണ്. 1773 മുതൽ 1753 വരെ കമ്പനി ആക്റ്റും 1758 മുതൽ ക്രൗൺ ആക്റ്റുമാണ് വരുന്നത്. എന്ന് പറഞ്ഞാൽ 1857 ഒരു സ്വാതന്ത്ര്യ സമരം നടന്നു, ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്നു. ആ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തോടുകൂടി ഇന്ത്യയിൽ കമ്പനിയുടെ ഭരണം അവസാനിക്കുകയാണ്. പിന്നീട് വരുന്നത് ബ്രിട്ടൻ്റെ നേരിട്ടുള്ള നിയന്ത്രണമാണ് ഇന്ത്യയിൽ വരുന്നത്. ബ്രിട്ടൻ്റെ നേരിട്ടുള്ള നിയന്ത്രണങ്ങൾ വരികയാണ്. ഇന്ത്യൻ ഭരണ സംവിധാനത്തിൽ വലിയ മാറ്റങ്ങളാണ് വരുന്നത്. അത് 1858 ക്രൗൺസ് ആക്ട് മുതൽ നമുക്ക് അത് എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. എന്താണ് 1858 വന്ന മാറ്റം? ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യക്ക് പകരം വൈസ്രോയി ആയിട്ട് മാറി. ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ വൈസ്രോയി ആയിട്ട് മാറുന്നത് 1858 ആക്റ്റോട് കൂടിയാണ്. ഇവിടെ എന്തുകൊണ്ടാണ് 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തോടു കൂടി ബ്രിട്ടൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നിയന്ത്രണത്തിൽ പൂർണ്ണമായിട്ടും ഇന്ത്യയെ വിട്ടുകൊടുത്താൽ അധിക കാലം ഇന്ത്യയിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും ഭരണം നേരിട്ട് ബ്രിട്ടൻ ഏറ്റെടുക്കുകയാണ്. എന്തിനു ശേഷം? 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം. അതാണ് പറഞ്ഞത് 1773 മുതൽ 1853 വരെയുള്ള ആക്ട് കമ്പനി ആക്റ്റും അതിനുശേഷമുള്ള ക്രൗൺ ആക്റ്റുമാണ് അറിയപ്പെടുന്നത്. 1858 മുതൽ ക്രൗൺ ആക്റ്റാണ് വരുന്നത്. ഈ 1858 ഈ ആക്ടിന് ശേഷമുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യക്ക് പകരം വൈസ്രോയി ആയിട്ട് മാറി. വൈസ്രോയി എന്ന് പറഞ്ഞാൽ രാജാവിനെ സഹായിക്കുന്ന ആള്. ആരാണ് ആദ്യത്തെ വൈസ്രോയി? കാനിങ് പ്രഭുവാണ്. അവസാനത്തെ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യയും കാനിങ് പ്രഭുവാണ്. ആദ്യത്തെ വൈസ്രോയിയും കാനിങ് പ്രഭുവാണ്. അവസാനത്തെ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യയും കാനിങ് പ്രഭുവാണ്. അതുപോലെ തന്നെ മറ്റൊരു പദവി സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്ന മറ്റൊരു അധികാര പദവിയും കൂടി വന്നു. സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്. ഈ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് വൈസ്രോയിയുടെ മുകളിലാണ് അദ്ദേഹത്തിൻ്റെ പദവി. അദ്ദേഹം ബ്രിട്ടനിലാണ് അദ്ദേഹത്തിൻ്റെ അധികാര കേന്ദ്രം. അദ്ദേഹത്തിൻ്റെ ക്രൗണിൻ്റെ തീരുമാനങ്ങൾ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റിനെ അറിയിക്കുകയും സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആരെ നിയന്ത്രിക്കുകയും ചെയ്യുന്നു? വൈസ്രോയിയെ നിയന്ത്രിക്കുകയും ചെയ്യുന്നു. ഈ വൈസ്രോയി യഥാർത്ഥത്തിൽ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റിനാണ് റിപ്പോർട്ടുകൾ കൊടുക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പം സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു പദവി കൂടി, ഒരു പൊസിഷൻ കൂടി വന്നു. ആദ്യത്തെ വൈസ്രോയി കാനിങ് പ്രഭുവാണ്. ഹെൻറി സ്റ്റാൻലി ആണ് ആദ്യത്തെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്. സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഇത്രയും മാറ്റങ്ങളാണ് ഇവിടെ വന്നത്. 1858 ആക്റ്റിൽ വലിയ മാറ്റം വരുന്നു. ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യക്ക് പകരം വൈസ്രോയി ആയിട്ട് മാറുന്നു. ഒരു സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് വൈസ്രോയിക്ക് മുകളിലുള്ളൊരു പദവി സൃഷ്ടിക്കുന്നു. ആദ്യത്തെ വൈസ്രോയി ആരാണ്? ആദ്യത്തെ വൈസ്രോയി കാനിങ് പ്രഭുവാണ്. അവസാനത്തെ ഗവർണർ ജനറലും കാനിങ് പ്രഭുവാണ്. അതുപോലെ തന്നെ ആദ്യത്തെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഹെൻറി സ്റ്റാൻലിയാണ്. ഈ മാറ്റമാണ് ഇവിടെ വന്നത്. അതിനുശേഷം നമ്മൾ കാണുന്നു 1861 ആക്ട്. ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ ഇന്ത്യക്കാരെ ഉൾപ്പെടുത്തുകയാണ്. ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്ക് ഇന്ത്യക്കാരെ ഉൾപ്പെടുത്തുന്ന ഒരു തീരുമാനമാണ് 1861 ആക്റ്റിൽ വന്നത്. ഒരു പോർട്ട്ഫോളിയോ സിസ്റ്റം കൂടി വന്നു. പോർട്ട്ഫോളിയോ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഓരോ വകുപ്പിനും ഓരോ മന്ത്രിമാർ വരുന്നു. ഓരോ വകുപ്പും കൈകാര്യം ചെയ്യാൻ ഓരോ മന്ത്രിമാരെ കൊണ്ടുവരുന്നു. ഏത് ആക്റ്റിലൂടെയാണ്? 1861 ആക്റ്റിലൂടെയാണ് പോർട്ട്ഫോളിയോ സിസ്റ്റം ഇന്ത്യയിൽ വരുന്നത്. ഇങ്ങനെയാണ് നമ്മൾ ആദ്യം പറഞ്ഞത് 1833 ആക്ട്. ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്നുള്ളത് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ ആയിട്ട് മാറി. വില്യം ബെൻഡിക്കാണ് ആദ്യത്തെ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ.
അല്ലേ? അതുപോലെ തന്നെ പിന്നീട് നമ്മൾ പറഞ്ഞത് എന്താണ്? ബോംബെ, മദ്രാസ് എന്നിവയെ ആരുടെ കീഴിൽ കൊണ്ടുവന്നു? ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യക്ക് കീഴിൽ കൊണ്ടുവന്നു, അല്ലെ? ബോംബെയെയും മദ്രാസിനെയും ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യക്ക് കീഴിൽ കൊണ്ടുവന്നു, അല്ലേ? ആദ്യത്തെ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ വില്യം ബെൻഡിക്കാണ്, അല്ലേ? വില്യം ബെൻഡിക്കാണ്. അതുപോലെ തന്നെ എന്താണ്? സിവിൽ സർവീസ് മത്സര പരീക്ഷ കൊണ്ടുവന്നു. എന്താണ്? സിവിൽ സർവീസ് മത്സര പരീക്ഷ കൊണ്ടുവന്നു. ഏത് ആക്ടിലൂടെയാണ്? 1800 എന്താണ്, അല്ലേ, 33 ആക്ടിലൂടെയാണ്. പിന്നീട് പറഞ്ഞത് 1853 ആക്ട്. 1853 ആക്ട് എന്ന് പറയുന്ന സമയത്ത് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യക്ക് കീഴിൽ ഒരു ലെജിസ്ലേറ്റീവ് കൗൺസിൽ കൊണ്ടുവന്നു, അല്ലേ? അവിടെ 6 അംഗങ്ങളുണ്ട്. അതിൽ 4 അംഗങ്ങളും പ്രൊവിൻസിൽ നിന്ന് തിരഞ്ഞെടുക്കണം. ഒരു ലോക്കൽ പ്രാതിനിധ്യം ഭരണ സംവിധാനത്തിലേക്ക് വന്ന ആക്റ്റാണ്, കൊണ്ടുവന്ന ആക്റ്റാണ് 1800 എന്താണ് 53 ആക്ട് എന്ന് പറയുന്നത്, അല്ലേ? അതുപോലെ തന്നെ സിവിൽ സർവീസ് മത്സര പരീക്ഷ, സിവിൽ സർവീസ് മത്സര പരീക്ഷയെക്കുറിച്ചും അതിൻ്റെ നടത്തിപ്പിനെക്കുറിച്ചും പഠിക്കാൻ മക്കോല കമ്മിറ്റി, അല്ലേ, നിയമിച്ചു. മക്കോല കമ്മിറ്റി വരുന്നത് ഈ എന്താണ് ആക്ടിലൂടെയാണ്, അല്ലെ? ഈ സമയത്താണ്, അല്ലേ? പിന്നെ നമ്മൾ പറയുന്നത് 1773 മുതൽ 1853 വരെയുള്ള ആക്ട് കമ്പനി ആക്റ്റാണ്. 1858 മുതലുള്ള ആക്ട് ക്രൗൺ ആക്റ്റും ആണ്, ക്രൗൺ ആക്റ്റുമാണ്. പിന്നീട് നമ്മൾ കണ്ടത് എന്താണ്? 1858 ആക്ട് എന്താണ്? വലിയ മാറ്റമാണല്ലോ വന്നത്. എന്ത് മാറ്റമാണ് വന്നത്? ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യക്ക് പകരം വൈസ്രോയി ആയിട്ട് മാറി, അല്ലെ? വൈസ്രോയി രാജ്ഞിയെ സഹായിക്കുന്ന ആളായിട്ട് മാറി. എന്താണ്? 1857 കലാപമാണ്, ഒന്നാം സ്വാതന്ത്ര്യ സമരമാണ് ഇതിനൊരു കാരണം. ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കീഴിൽ ഭരണം വിട്ടുകൊടുത്താൽ പറ്റില്ല. പകരം എന്താണ്? നേരിട്ട് ബ്രിട്ടൻ അധികാരം ഏറ്റെടുക്കുകയാണ്, അല്ലേ? ബ്രിട്ടൻ അധികാരം ഏറ്റെടുത്തു. അതിനുശേഷം എന്താണ്? 1858 ആക്ടിൽ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ വൈസ്രോയി ആയിട്ട് മാറി. കാനിങ് പ്രഭു ആദ്യത്തെ എന്താണ്? വൈസ്രോയിയാണ്. അവസാനത്തെ ഗവർണർ ജനറലും കാനിങ് പ്രഭു തന്നെയാണ്. അതുപോലെ തന്നെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്ന പുതിയൊരു പദവി കൊണ്ടുവന്നു. ആ പദവി ആർക്ക് മുകളിലാണ്? എന്താണ്? ആർക്ക് മുകളിലാണ്? വൈസ്രോയിക്ക് മുകളിലാണ് എന്താണ് ആ പദവി, അല്ലേ? ആദ്യത്തെ എന്താണ്? സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഹെൻറി സ്റ്റാൻലി, അല്ലേ? 1861 ആക്ട്, 1861 ആക്ടിൽ എന്താണ്? ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ ഇന്ത്യക്കാരെ ഉൾപ്പെടുത്തുന്ന ആക്റ്റാണ് 1861 ആക്ട്. അതുപോലെ തന്നെ പോർട്ട്ഫോളിയോ സിസ്റ്റം കൊണ്ടുവന്നു. ഓരോ വകുപ്പിനും ഓരോ മന്ത്രിമാർ എന്ന രീതിയിൽ കൂടുതൽ ഭരണകാര്യങ്ങളിൽ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് ഭരണതലത്തിൽ വലിയൊരു പരിഷ്കാരമാണ് പോർട്ട്ഫോളിയോ സിസ്റ്റം. അത് കൊണ്ടുവന്നത് 1861 അല്ലേ? ഇങ്ങനെയുള്ള ആക്റ്റുകൾ കൃത്യമായിട്ട് നമ്മൾ പഠിക്കുക. എല്ലാ ഉദ്യോഗാർത്ഥികളും കൃത്യമായിട്ട് നോട്ടുകൾ തയ്യാറാക്കുക. ഇനി നമുക്ക് എന്താണ് അടുത്ത ആക്റ്റുകൾ, അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് ചാർട്ടർ ആക്റ്റുകൾ പഠിക്കാം. 1909 അതുപോലെ തന്നെ 1919 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ഒക്കെ ഉണ്ട്. 1947 ഇൻഡിപെൻഡൻസ് ആക്ട് വരെ നമുക്ക് കൃത്യമായി ക്ലാസ്സുകൾ കൊണ്ടുപോകണം. ക്ലാസ്സുകൾ നിരീക്ഷിക്കുക, നോട്ടുകൾ തയ്യാറാക്കുക, കൃത്യമായിട്ട് പഠിക്കുക. സ്മാർട്ട് PSC നിങ്ങളോടൊപ്പം നിരന്തരം എല്ലാ സമയത്തും ഉണ്ടാവും. നിങ്ങളുടെ പിന്തുണയാണ് ഈ ചാനലിൻ്റെ നിലനിൽപ്പിൻ്റെ അടിസ്ഥാനം. എല്ലാവരും ചാനൽ ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കുകയും വേണം. ക്ലാസ്സുകൾ കണ്ട മുഴുവൻ വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും താങ്ക് യു ഫോർ ഓൾ.